അപ്പം ഇബ്നു ഉമറിന് നബി തങ്ങൾ കൊടുത്ത ഉപദേശവും ശേഷം ഇബ്നു ഉമർ സ്വന്തത്തോടും അല്ലാത്തവരോടും നൽകുമായിരുന്ന അതേ സ്ഥാനത്തുള്ള ഉത്ബോധനവും അതാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ദുന്യാവിൻ്റെ നശ്വരത ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ഹെഡിങ് ദുന്യാവിൻ്റെ നശ്വരത. അപ്പോൾ അത് ഈ ഹദീസ് നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരലോകമാണ് ലക്ഷ്യമെന്നത് ഈ ഹദീസ് പ്രത്യേകമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്ഥിരമായി നന്മയിലേക്ക് മുന്നേറണം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ എപ്പോഴും ഒരു ഖൈറും നീട്ടിവെക്കാൻ പാടില്ല. ഒരു ഖൈറ് മുമ്പിലുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അത് ചെയ്തു വെക്കുക. അത് പിന്നെ ആവാം എന്ന് വിചാരിക്കണം. പിന്നെ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എപ്പോഴും ഒരു ഗരീബ്, ഒരു ആബിറു സബീൽ, ദുന്യാവിൻ്റെ കാര്യങ്ങൾ അധികമൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കാതെ, ലക്ഷ്യം മറക്കാതെ ദുന്യാവിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു യാത്രക്കാരൻ്റെ റോളിൽ നമ്മളായി മാറുക. ഇതൊക്കെ ഹദീസ് നൽകുന്ന പാഠമാണ്. നേരത്തെ പറഞ്ഞ പോലെ പല റിപ്പോർട്ടിലും ഇബ്നു ഉമറിന്റെ വാചകമില്ലാതെ വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞത് മാത്രം കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ എന്നത് മാത്രം വന്ന റിപ്പോർട്ടുകൾ ധാരാളമുണ്ട്. ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ, ഇമാം അഹമ്മദ് തുടങ്ങി പലരും ഈ ഹദീസ് തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ റിവായത്താണ് നമ്മുടെ ഈ കിതാബിൽ, ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പലരുടെയും റിപ്പോർട്ടിൽ ചെറിയ ചെറിയ പദങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഫി അഹ്ലിൽ ഖുബൂർ അല്ലെങ്കിൽ മിൻ അഹ്ലിൽ ഖുബൂർ, മിൻ അസ്ഹാബിൽ ഖുബൂർ എന്നൊക്കെ വ്യത്യസ്തമായ പദങ്ങളിൽ അതിന് റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. മൊത്തത്തിൽ അതെല്ലാം സ്വഹിയായ പരമ്പരകൾ തന്നെയാണ്. അത് ജീവിതത്തിൽ ഒരു വെളിച്ചമാകേണ്ടുന്ന, ഏത് സമയത്തും നമുക്ക് ജീവിതത്തിലേക്ക് ഒരു മുന്നോട്ട് പോകുമ്പോൾ ഒരു വഴികാട്ടിയാകേണ്ടുന്ന വചനമാണ് പ്രവാചകരുടെ ഈ വചനം എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അതിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ പാഠങ്ങളും ജീവിതത്തിൽ നമ്മൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസ് നൽകുന്നു. നമ്മൾ ഈ സംസാര മധ്യേ അവയിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പറയപ്പെട്ടതുമല്ലാത്തതുമായ ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസ് നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഏതാനും പോയിന്റുകൾ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹദീസ് നൽകുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 6 പാഠം നൽകുന്നു. ഒന്ന്, ഐഹിക ജീവിതം ക്ഷണികവും നശ്വരവുമാണ്. അതാണ് ഹെഡിങ്. അതാണ് ഈ ഹദീസിലെ മൊത്തം ഏറ്റവും പ്രധാനപ്പെട്ട ആശയവും അത് തന്നെയാണ്. 2, മരണശേഷമുള്ള യഥാർത്ഥ ജീവിതത്തിനായി നേരത്തെ ഒരുങ്ങണം. തസ്വീഫ്, പിന്നേക്ക് വെക്കുക എന്നതില്ല. ഒരു ഖൈറ് മുമ്പിൽ കണ്ടോ വേഗം ആ ഖൈറിലേക്ക് നമ്മൾ മുന്നേറുക. 3, ആരോഗ്യം ഉപയോഗപ്പെടുത്തണം. 4, സമയം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാനാവില്ല. അതാണ് ആരോഗ്യത്തിൽ നിന്ന് എടുത്തു വെച്ചോ രോഗാവസ്ഥക്ക്, ജീവിതത്തിൽ നിന്ന് എടുത്തു വെച്ചോ മരണത്തിന്, കാരണം പിന്നത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കഴിയുകയില്ല. 4, ഒരു കാര്യവും പിന്നേക്ക് നീട്ടിവെക്കാൻ പാടില്ല. 5, 6, ഐഹിക ജീവിതം ആർത്തുല്ലസിക്കാനല്ല, അത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് ദാറുൽ അമലാണ്. ഇവിടെ അമലുള്ളൂ, ഇവിടെ വിളവില്ല. ഇത് കഴിഞ്ഞാൽ വിളവേ ഉള്ളൂ, അമലില്ല. ഇവിടെ കൃഷി, വിളവെടുക്കൽ അവിടെ. ഇവിടെ വിളവെടുക്കാൻ പറ്റില്ല, അവിടെ കൃഷി ചെയ്യാനും പറ്റില്ല. പരലോകത്ത് ദാറുൽ ജസ, ദുനിയാവ് ദാറുൽ അമൽ. ഇത് അമലിൻ്റെ ലോകമാണ്, അത് പ്രതിഫലത്തിൻ്റെ ലോകമാണ്. അപ്പം ഇവിടെ പ്രതിഫലം കിട്ടില്ല, ഇവിടെ അമൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ അമൽ ചെയ്തില്ലെങ്കിൽ അവിടെ പ്രതിഫലമില്ല. ഇവിടെ അമൽ ചെയ്താൽ ഇവിടെ പ്രതിഫലമുണ്ടോ? ഇല്ല. പ്രതിഫലം അവിടെ, അമൽ ഇവിടെ. അതാണ് ഖബറാളി, ഖബറിനും അടുത്തുള്ള ആളുകൾ പിന്നെ സഞ്ചരിക്കുമ്പോൾ ഖബറാളി ആലോചിച്ച് പോകും, ഒരു റക്അത്ത് ഏറെ നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ എന്നാണ് ഇബ്നു ഖയ്യിമൊക്കെ പറഞ്ഞൊരു പ്രയോഗം. അത് ഖബറിൽ കിടക്കുമ്പോൾ മനുഷ്യൻ അത്രയും ചിന്തിച്ചു പോകുന്നതാണ്. ഒരു റക്അത്തും കൂടി ഏറെ നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ഒരു തസ്ബീഹ് അധികം ചൊല്ലിയിരുന്നുവെങ്കിൽ, ഒരു അമൽ അധികം ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഖബറാളി ചിന്തിക്കുമെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബുർ റൂഹിലൊക്കെ പറഞ്ഞതായി കാണാൻ കഴിയുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു സുബ്ഹാന ചൊല്ലുക, അൽഹംദുലില്ലാഹ് ചൊല്ലുക, 4 റക്അത്ത് നിസ്കരിക്കുക, അതുണ്ടാവില്ല. ഇതാണ് ദാറുൽ അമൽ. അത് എപ്പോൾ അവസാനിച്ചോ അപ്പോൾ അവസാനിച്ചു. ഇപ്പം മരിച്ചാൽ ഇതുവരെ ചെയ്തത് എന്താണോ അതാണ് നമുക്ക് യാത്ര വിഭവമായി പിന്നെ ഉള്ളത്. ഒന്നും ചെയ്തിട്ടില്ലേ, അവിടുന്ന് അങ്ങോട്ട് പ്രയാസമാണ്. ചെയ്തത് ഉപകാരപ്പെടുന്നതല്ലേ, പ്രയാസമാണ്. ചെയ്ത ലക്ഷ്യത്തേക്ക് എത്താൻ മാത്രമില്ലേ, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരമാവധി എടുത്തു വെക്കുക എന്നാണ് ഈ ഹദീസിൻ്റെ അധ്യാപനം. സ്വീകരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.